ഹലോ നമസ്കാരം. ഞാൻ ഇതിനു മുൻപിട്ട വീഡിയോ എൻ്റെ ടെറസിൽ കായ്ച്ചു കിടക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സിനെ കുറിച്ചുള്ളതായിരുന്നു. എൻ്റെ ടെറസിൽ കായ്ക്കാത്ത കുറച്ച് പ്ലാന്റ്സ് കൂടിയുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് ആപ്പിൾ ചാമ്പയാണ്. ഇത് ഞാൻ വെച്ചിട്ട് ഏകദേശം 1 വർഷമായി. ഇതിൻ്റെ കടവണ്ണം കണ്ടോ? പക്ഷേ ഇതുവരെ ഒരു പൂവും കായും ഒന്നും ഉണ്ടായിട്ടില്ല. 1 വർഷം കഴിയുമ്പോൾ കായ പിടിക്കുമെന്നാണ് നഴ്സറിക്കാരൻ പറഞ്ഞത്. ഒരുപാട് വളർന്നു പോവാതിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടിവിടും. അതുകൊണ്ട് നല്ല ബുഷായിട്ടാണ് ചെടി വളർന്നിട്ടുള്ളത്. ഇത് സ്വീറ്റ് ലൂബിയാണ്. ഇത് ഏകദേശം 3 മാസമായിട്ടുള്ളൂ ഞാൻ വെച്ചിട്ട്. കൊണ്ടുവരുമ്പോൾ ചെറിയൊരു ചെടിയായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഞാൻ കുരുവിട്ട് മുളപ്പിച്ച ചെടിയാണ്. ഇത് ഏകദേശം ഇപ്പോൾ ഇത്രയും വളർന്ന് കയറിയിട്ടുണ്ട്. ഇത് ബനാന സപ്പോട്ടയാണ്. ഇത് ഏകദേശം 7 മാസമായി ഞാൻ നട്ടിട്ട്. നന്നായിട്ട് വളർന്നിട്ടുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ കായ പിടിക്കുമെന്നാണ് നഴ്സറിക്കാരൻ പറഞ്ഞത്. കടയൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഉടനെ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ടുള്ളത്. ഇത് സീതപ്പഴമാണ്. ഗോൾഡൻ സീതപ്പഴമാണ്. ഇതും ഞാൻ കട്ട് ചെയ്ത് വിട്ടേക്കുകയാണ്. കടവണ്ണമൊക്കെ വലുതായിട്ടുണ്ട്. ഇനി തളിര് വരുമ്പോൾ അതിലൊക്കെ കായ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതും ഞാൻ വെച്ചിട്ട് ഏകദേശം 7 മാസമായിട്ടുണ്ട്. ഇത് വളരെ സ്ലോവിൽ വളരുന്ന ചെടിയാണെന്ന് തോന്നുന്നു. ഇത് വൈറ്റ് ഞാവലാണ്. ഇതും ഞാൻ ഒരുപാട് വലുതായപ്പോൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. വെട്ടി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ചെറിയ തളിരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതും ഏകദേശം 8 മാസമൊക്കെ ആയിട്ടുണ്ട് ഞാൻ വെച്ചിട്ട്. 1 വർഷത്തിനുള്ളിൽ കായ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതും നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഈ വർഷം കായ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വെച്ചിട്ട് ഏകദേശം 5 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇത് വളരെ പെട്ടെന്നാണ് ഇത്രയും വളർന്ന് വലുതായത്. ഇത് റെഡ് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. എനിക്ക് 2 കടയുണ്ട്. ഒന്ന് ഞാനിത് പാരപ്പറ്റിലോട്ട് പടർത്തി വിട്ടിട്ടുള്ളതാണ്. ഇതും റെഡ് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഈ 2 പ്ലാന്റ്സും ഞാൻ ഓൺലൈൻ വഴി മേടിച്ച് നട്ട് വളർത്തിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ രണ്ടും വളർന്നു വന്നിട്ടുണ്ട്. ഇത് റെഡ് ലേഡി പപ്പായയാണ്. ഇത് ഞാനൊരു ചെറിയ ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത്. കായ പിടിക്കുമോ എന്നറിയില്ല. നമുക്ക് നോക്കാം. അധികം വളർച്ചയൊന്നുമില്ല. എന്നാലും നോക്കാം. ഇത് വേരിഗേറ്റഡ് മൊസംബിയാണ്. ഇത് 3 മാസമായിട്ടുള്ളൂ ഞാൻ വെച്ചിട്ട്. നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. 1 വർഷമൊക്കെ പിടിക്കും ഇതിൽ കായ പിടിക്കാൻ. ഒരു ഗ്രോ ബാഗിൽ ഞാൻ വാഴയും നട്ടിട്ടുണ്ട്. ഉണ്ടാവുമോ എന്നറിയില്ല. ഇതിലൊക്കെ കായ പിടിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.